ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ മലയാളികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾസിൻ്റെ, അതായത് ഇതുവരെ ലവ് അഫെയർ വന്നിട്ടില്ല, അല്ലെങ്കിൽ ലവിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പഴയ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവരുടെ ഹൂ ഈസ് ദെയർ പേഴ്സൺ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഏതൊരാളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നേ എന്ന് കണ്ടുപിടിക്കാനുള്ള റീഡിംഗ് ആണ് നമ്മുടെ. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവർ, ഓൾറെഡി പോയി നിൽക്കുന്നവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കപ്പിൾസ് ഇല്ല. സോ കപ്പിൾസ് ഇല്ല, ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് അതല്ല, അവരുടെ ആളെങ്ങനെയുള്ള ആളായിരിക്കും എന്നതല്ല. അത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് അതിനകത്ത് പ്രീവിയസ് വീഡിയോസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് റിലേഷൻഷിപ്പ് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരും അവർക്ക് വരുന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പോൾ ഇത് കോമൺ റീഡിംഗ് ആയതുകൊണ്ട് പല ടൈപ്പ് ഓഫ് ആൾക്കാർ ഇതിനകത്ത് കാണിക്കും ഓരോ പൈലിലും. അപ്പോൾ അത് ഞാൻ പറയാം. അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും അതിനകത്ത് വരുന്ന പെർട്ടിക്കുലർ, കാരണം ഇതൊരു കോമൺ റീഡിംഗ് ആണ്. ഇപ്പോൾ പല എനർജീസ് ഉണ്ടാവും, പല ആൾക്കാർ പല ടൈപ്പ് ഓഫ് എല്ലാവർക്കും ഒരേ എനർജി ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു ഇത് ഇതിനകത്തുണ്ട്, അത് മനസ്സിലാക്കണം. ഓക്കെ, so let me go to pile number 1. Pile number 1 idana dark strawberry candle. Pile number 2 blue candle. Pile number 3 this pink candle, light pink candle. Okay, so pile number 1 നമ്മൾ എടുക്കാണ്. എന്താണ് ഇവരുടെ പുതിയ പേഴ്സൺ? ഹൂ ഈസ് യുവർ ന്യൂ പേഴ്സൺ? ഹൂ ഈസ് യുവർ ന്യൂ പേഴ്സൺ കമ്മിങ് ടു യുവർ ലൈഫ്? ആരാണ് നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? ദ ഫയർ, ദ എർത്ത്, ദ എയർ, ദ വാട്ടർ ആൻഡ് ദ സ്പേസ്, എനർജി, ദ എലമെന്റ്സ്, പഞ്ചഭൂതങ്ങൾ ആണ് പറയുന്നത്. ഓക്കെ, എനർജീസ് ഓഫ് ദ യൂണിവേഴ്സ്. ടെൽ മീ ഹൂ ഈസ് who is coming towards you? Judgment. Oh, 1 second, because another. Okay, your phones. ഇതിൽ പഴയതുണ്ട് പുതിയതും ഉണ്ടല്ലോ. ഇപ്പം ഇതിനകത്ത് പഴയ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ട് അവരെ തന്നെ നോക്കിയിരിക്കുന്നവർ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ്, അതെ, അങ്ങനെ ഒരു എനർജി ഇതിനകത്ത് എനിക്ക് കാണാം. ഓക്കെ, വിവാഹം വരുന്നുണ്ട്. പൈൽ നമ്പർ 1, ദ വേൾഡ്. ഒരു സൈക്കിൾ ഫിനിഷ് ചെയ്തിട്ട് പുതിയത്, പഴയ ആൾ വീണ്ടും വരിക, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടേ. ഇത് സിംഗിൾസിൻ്റെ നോക്കിയിട്ട് ഇതിനകത്ത് സിംഗിൾസ് മാത്രമല്ല വന്നേ, ഓപ്ഷൻസ് കണ്ട. Queen of Pentacles, King, Page of Cups, 7 of Wands, അത് ഈ എനർജി, and 4 of Swords. ഫസ്റ്റ് തന്നെ ആദ്യം നമുക്ക് കിട്ടിയത്, ഇതിനകത്ത് എനിക്ക് 2 എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, കംപ്ലീറ്റ് ആയിട്ട് സിംഗിളായിട്ട് ഒരു വ്യക്തിനെ നോക്കിയിരിക്കുന്നവരും, പിന്നെ ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ട് അവർ തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നവരും. ഞാൻ 2 കൂട്ടർ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. അതിനകത്ത്
പുതിയ ആൾക്കാരുടെ ഇവിടെ നിൽക്കട്ടെ, പഴയ ആൾക്കാർ തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്നത് ഇവർ എങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് പറയാം. നിങ്ങൾ മുന്നുള്ള ആള് നിങ്ങളെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പോയതാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാം. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരാൾ റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾ ബ്രേക്കപ്പായി. അത് ഒരു പ്രാവശ്യമില്ല, 2 പ്രാവശ്യം ഞാൻ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ റിസോഴ്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ പാസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് പേഴ്സൻ്റെ, അതായത് വേറൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് വേറൊരു റിലേഷൻഷിപ്പും കൂടി അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കടന്നുപോയി ഇപ്പോൾ ഒരു ഹെർമിറ്റ് മൂഡിൽ നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണാനുള്ളൊരു കോമൺ സെൻസിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ 2 കൂട്ടരിൽ ആരും ഒരു തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ട് ഇവിടെ യൂണിവേഴ്സൽ ഇൻ്റർഫിയറൻസ് ഉണ്ടായി. ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ആ ഒരു സൈക്കിൾ ഫിനിഷ് ചെയ്ത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഇപ്പോൾ അതൊരു പുതിയ ഇതായിട്ട് അതായത് കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ച് അതിനെക്കുറിച്ച് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഈ വ്യക്തി ഒരു പക്ഷേ ഒരു എന്താ പറയുക, റിലാക്സേഷൻ മൂഡൊക്കെ കഴിഞ്ഞ് ഒരു മെഡിറ്റേഷൻ മൂഡിലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവണം. ഓക്കെ, പുതിയതായിട്ട് നോക്കുന്നവർക്ക് ഇവിടെ കാണുന്നത് ഒരു വിവാഹം കാണുന്നുണ്ട്. ഓക്കെ, നമ്പർ 1 വിവാഹം കാണുന്നുണ്ട്. സ്റ്റെബിലിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് വരുന്നത്. പണവുമായിട്ട്, കയ്യിൽ ധനവുമായിട്ട് വരുന്ന ഒരാളാണ്. ഓക്കെ, ഒരു സംശയമില്ല. എംബറർ അഗെയിൻ വളരെ അബണ്ടൻറ്റും വളരെ പ്രോസ്പെരിറ്റിയും അതുപോലെ കേപ്പബിളും ഒക്കെ ആയിട്ടുള്ള ഒരു എംബറർ എനർജി. എംബറർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും കൂടിയാണ്, വൈഫ് എന്ന് പറഞ്ഞാൽ വൈഫും ആയിരിക്കും. അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. വെറുതെ നേരമ്പോക്കിന് വരുന്നവരല്ല. ഈ വ്യക്തിക്ക് പേജ് ഓഫ് കപ്സ്, ദർ ആർ ലോട്ട് ഓഫ് ലവ്, പക്ഷേ യങ് എനർജിയാണ്. വിത്ത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞ എനർജി പെൺകുട്ടികളെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ധാരാളം ധനവും അല്ലെങ്കിൽ ധാരാളം ഒരുപാട് ബിസിനസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ജോലിയോ, സ്വന്തമായിട്ട് ജോലിക്കുള്ള അങ്ങനെയുള്ളൊരു ഒരു കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പുരുഷനോ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. വളരെ അർത്ഥിയായിട്ടുള്ള റിലേഷൻഷിപ്പ്. അർത്ഥി എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആൻഡ് ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. ഓക്കെ, അറ്റ് ദ സെയിം ടൈം വെരി പാഷനേറ്റ്. ഒരു ഹസ്ബൻഡ് സോർട്ട് ഓഫ് എനർജി, വൈഫ് സോർട്ട് ഓഫ് എനർജിയാണ് പുതിയൊരു ഇതിലേക്ക് വരുന്നത്. ഇനി പഴയ വരുന്ന ആളും ആ ഒരു എനർജിയിലേക്കാണ് വരുന്നത്. കാരണം പഠിക്കേണ്ട പാഠങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് പായൽ നമ്പർ 2 പോവാം. പായൽ നമ്പർ 2 പോവാം. അതിന് മുമ്പ് ഇതൊരു പുതിയ കാർഡാണ്, അതുകൊണ്ട് ഏതൊരു കാർഡ് തുറന്നിരിക്കേണ്ടതാണ്. ഒന്നല്ല, 2-3 കാർഡ് തുറന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പായൽ നമ്പർ 2 പോവാം. പായൽ നമ്പർ 2 ബ്ലൂ ക്യാൻഡിൽ. ഓക്കെ, ബ്ലൂ ക്യാൻഡിൽ പായൽ നമ്പർ 2. ഹൂ ഈസ് യുവർ പേഴ്സൺ? സിംഗിൾസിൻ്റെ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംഗിൾസിൻ്റെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. Four of Cups. Okay. Pile number 2
വളരെ കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിനെ കുറിച്ച്, ഈ ആരാണ് പറഞ്ഞത് ഒരു പഴയ ആളെ കുറിച്ചിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പുതിയൊരാളെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരും അവർക്കും പുതിയൊരു ലൈഫ് വരുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് 2 ഓഫ് കപ്സ് എനർജി, വണ്ടർഫുൾ എനർജിയാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു കാർഡ് ഞാൻ തുറന്നു വന്ന് കണ്ടായിരുന്നു. ഓക്കെ, Knight of Cups, burden, 3 of Pentacles, working hard for the money. Okay. Okay. 6 of Wands, 7 of Wands, 9 of Wands, 10 of Wands. അപ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇതും പാസ്റ്റ് എനർജി ഉണ്ട് കേട്ടോ. എനിക്കറിയാൻ പാടില്ല, കുറേ പേര് പാസ്റ്റ് എനർജി ഉള്ളവർ കാണുന്നുണ്ട്. പാസ്റ്റ് റിലേഷൻഷിപ്പ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ എത്ര സിംഗിൾസിൻ്റെ എടുത്താലും അതിനകത്തൊരു പാസ്റ്റ് എനർജി വരുന്നുണ്ട്. എൻ്റെ മിസ്റ്റേക്ക് അല്ല, കാണുന്ന അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടാവാം. അപ്പം ഇതിനകത്ത് പുതിയ ഒരു വ്യക്തി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വയറെന്ന് പറയേണ്ടി വരും. പുതിയൊരു വ്യക്തി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും വരുന്നത് നല്ലതിനാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതായത് ഈ ഒരു വ്യക്തി പണ്ട് നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവർ ഭയങ്കര റെസിസ്റ്റീവും, ഭയങ്കര എന്താ പറയുക, ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റിവെച്ച ആൾ, ജോലിക്ക് വേണ്ടി മാറ്റിവെച്ച ആൾ, വീട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ച ആൾ, അങ്ങനെ റെസിസ്റ്റീവായിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കാതിരുന്ന ആൾ, ഗാർഡഡ് ആയിട്ടിരുന്ന ആൾ, ഇപ്പോൾ ആ ഒരു ഇതൊക്കെ മാറി ഇവർക്ക് ഒരു തിരിച്ചറിവ് വന്ന് ഇവർ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവരെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്ന് അതിൽ വിജയം പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ച് വിജയിച്ചു വരുന്ന ഒരാളാണ് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് സ്നേഹമൊക്കെ തരാം. നമ്മളൊരു ട്വിൻ ഫ്ലെയിം ആണ്, നമ്മൾ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുണ്ടെന്ന്, വളരെ നല്ല സ്നേഹമുള്ള കണ്ടോ, സൺ ഇൻ ദ ബിഹൈൻഡ്, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇഷ്ടം പോലെ സ്നേഹവുമായിട്ട് വരുന്ന ഒരു 2 ഓഫ് കപ്സ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹം തരാൻ റെഡി ആയിട്ട് ഓടി വരാണ്. ഇനിയിപ്പോൾ ഇത് സിംഗിൾസിൻ്റെ അത് മാത്രമല്ല അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുമുണ്ട് ഈ ഒരു ഇതിലേക്ക് കെട്ടിപ്പടുത്ത് ഒരു ഫുൾ ഫാമിലി, 10 ഓഫ് കപ്സ്, നല്ലൊരു ഫാമിലി തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വരുന്നത്. ഇനി ഇതിലൊരു സിംഗിൾ എനർജി കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വ്യക്തി ഹൂ ഈസ് ഹാവിങ് ലോട്ട് ഓഫ് ലവ് വരുന്നുണ്ട്. 2 ഓഫ് കപ്സ് ഇങ്ങനെ, അതായത് നല്ല ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ വളരെയധികം നന്നായിട്ട് നല്ല രീതിയിൽ വിവാഹ ജീവിതം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകണം, സ്റ്റെബിലിറ്റി വേണം, നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കണം, ഫാമിലി ഉണ്ടാവണം, മക്കളുണ്ടാവണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ വളരെ വേഗത്തിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നൈറ്റ് ഓഫ് കപ്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതൊരു പുതിയ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡ്യൂഷനുള്ള ഹൈ പ്രീസ്റ്റസ് എനർജിയും കൂടിയാണ് ഒരു വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോളജബിൾ ആയിട്ടുള്ള, വളരെ ഇൻഡ്യൂഷനുള്ള, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം കൂടിയാണ്. അവർ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വുമൺ, എല്ലാ നോളജും അവർക്കുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പുരുഷനാണെങ്കിൽ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഇതൊരു 2 ഓഫ്, ഇനി ഈ ഹൈ പ്രീസ്റ്റസ് ആണെങ്കിലും അവിടെ ഒരു 2 ഓഫ് കപ്സ് കാണാം. പിന്നെ ഇതിനകത്ത് ഹൈ പ്രീസ്റ്റസ് വേറൊരു വശം കൂടി ഉണ്ട്. പാസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഈ പാസ്റ്റ് പേഴ്സൺ ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു ഹൈ പ്രീസ്റ്റസ് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് കാണാൻ പറ്റുന്ന പാൻ നമ്പർ 2 കാണുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത്
എൻ്റെ വീഡിയോ പഴയ ആൾക്കാരും ഇഷ്ടംപോലെ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പഴയ ആൾക്കാരെന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആയിട്ട് വീണ്ടും അവർ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് കാര്യം. പാൻ നമ്പർ 3, ഓക്കെ, പിങ്ക് കളറിൽ. ഏത് പിങ്ക് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ പാൻ നമ്പർ 3യുടെ റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാൻ നമ്പർ 3. ഓ, പെർഫെക്റ്റ്. ഇതിലൊക്കെ ഒരു പാസ്റ്റ് എനർജിയാണ് വരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ സിംഗിൾസിൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ സിംഗിൾസിൻ്റെ നോക്കും, സിംഗിൾസിൻ്റെ തന്നെ എൻ്റെ ദൈവമേ. ഓക്കെ, ഓക്കെ, ഇതിനകത്തും പാസ്റ്റ് ഉണ്ട്. അതാണ് ഓക്കെ. ഇതിനകത്തും ഉണ്ട് പുതിയതും പഴയതും. ഞാൻ സിംഗിൾസിൻ്റെയാണ് നോക്കിയത്. പക്ഷേ ഇവിടെ സിംഗിൾസ് സെപ്പറേറ്റഡ് ആയിട്ട് സിംഗിൾസ് നിൽക്കണവരും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ്. അപ്പം ഇതിനകത്തും അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. കാരണം ഇനി നേരത്തെ ഉണ്ടായിരുന്നിട്ട് തിരിച്ചു വരുന്നവരുടെ തന്നെ ഇപ്പം നമ്മൾ നോക്കണം കേട്ടോ. ഇത് നോക്കണമെങ്കിൽ ഈ ഒരു വ്യക്തി, പഴയ വ്യക്തി, നിങ്ങളുമായിട്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും വേറൊരാൾക്ക് വേണ്ടി നിങ്ങളെ മാറ്റുകയും കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴും പറ്റാണ്ട് നോക്കിയിരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ചിലപ്പോൾ ഇതൊരു നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ബിട്രേ ചെയ്യുകയോ ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവുകയോ നിങ്ങളുടെ ബിഹൈൻഡ് ബാക്കിൽ നിന്ന് പണി തന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു ചീക്കി ബിഹേവിയറൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് വെരി ചാംഡ്. ഇങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് അവരെ മറ്റൊരാളെ എങ്ങനെ എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വളയ്ക്കാന്ന്, അങ്ങനെ അറിയുന്ന ഒരു വ്യക്തിയാണത്. എൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് എന്താണ് ഒരു ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് പോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥ ഇപ്പം ഉണ്ട്. പിന്നെ നിങ്ങളുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തി. അതല്ലെങ്കിൽ ഈ വ്യക്തി അവർക്ക് തന്നെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും ഈ സോഴ്സ് പിടിച്ചുകൊണ്ടിരിക്കുക, ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നിങ്ങളോട് ഈ വ്യക്തിക്ക് ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് വളരെ അട്രാക്ഷൻ നിങ്ങളോട് ഇപ്പോഴും ഉണ്ട്. അട്രാക്ഷൻ, ഫിസിക്കലി അട്രാക്ഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഫിസിക്കലി നിങ്ങൾ വിട്ടുപോകണമെന്ന് അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ മാക്സിമം ഈ വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. ഒരു കർമ്മബന്ധം എന്നൊക്കെ പറയുന്ന മാതിരത്തെ ഒരു അവസ്ഥയാണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ വ്യക്തി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട്, അതായത് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് 4 of Wands, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞ് ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് റിലാക്സേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് എനർജിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിട്ടുകൊണ്ട് വന്നിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ബിക്കോസ് ദ ഹെർമിറ്റ് എനർജി, ഇപ്പം എന്താണ് നടക്കുന്നത്, എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ കാണാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പം ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ഈ വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് വരുന്നത്. 8 of Cups ലീവിങ് ആണെങ്കിലും നിങ്ങളുടെ നേരത്തെ ലീവ് ചെയ്തതിൻ്റെ കാണിക്കുകയാണ്. നേരത്തെ ഒരുപക്ഷെ നിങ്ങൾ ലീവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ആള് നിങ്ങളെ ലീവ് ചെയ്തിട്ടുണ്ടാവണം. ആ ആള് വീണ്ടും തിരിച്ചു വരുന്നു, വളരെയധികം ശക്തിയായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയാം. പെട്ടെന്ന് 8 of Wands ഉണ്ട്. ഓക്കെ. ഇനി പുതിയ ആൾക്കാർ നോക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഫീമെയിൽ എനർജിയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇതിനകത്ത് ഹയറഫൻ്റ് അഗെയിൻ ഇത് സിംഗിൾ എനർജിയുടെ കാര്യത്തിൽ പറയാം. ഹയറഫൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബിലീവ് സിസ്റ്റം, വളരെ ട്രഡീഷണലൊക്കെ ആയിട്ട് ചിന്തിക്കുന്ന,
അല്ലെങ്കിൽ ഒരു പ്രത്യേക വട്ടച്ചിട്ടത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് എനർജി ഒരു മെയിലാണ് വരുന്നത്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആവാം, ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടി ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു എംപ്രസ് എനർജിയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ വരുന്നത്. ഒരു എംപ്രസ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന സ്ത്രീകളുടെ കാര്യം. ഒരു എംപ്രസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എർത്ത് എനർജി, എല്ലാവരാണ് ഈ ഒരു ഫയറും വാട്ടറും എല്ലാം ആ ഒരു കംപ്ലീറ്റ് എനർജിയും നർച്ചറിങ് എനർജിയും എല്ലാം ഇവരുടെ കയ്യിലാണ്. എന്ത് ചെയ്യാനും കേപ്പബിൾ ആണ്, വളരെ ഇൻഡിപെൻഡൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവർ. ഫെർട്ടിലിറ്റിയുടെയും കൂടി അല്ലെങ്കിൽ പുതിയൊരു ക്രിയേറ്റിവിറ്റി, പുതിയൊരു എക്സ്പാൻഷൻ, ചിന്തകൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എംപ്രസ് കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വിവാഹം കഴിക്കാനാണെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഒരു പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യതയും കൂടി ഉണ്ട് എംപ്രസ് കാർഡ് ആകുമ്പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് അനദർ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് അത്യാവശ്യം ജോലിയും വരുമാനവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സും അങ്ങനെയൊക്കെയുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ കേപ്പബിലിറ്റിയുള്ള ജീവിതത്തിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുകയും അങ്ങനെ വരുന്ന ഒരു നല്ല ഒരു ക്യാരക്ടറാണിത്. വളരെ അർത്ഥിയായിട്ടുള്ളൊരു എനർജിയാണ്. അങ്ങനെയുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഫയൽ നമ്പർ 3ക്കും ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സിംഗിൾസ് നോക്കി വരുന്നവർക്ക് വേറെ ഒരു ഇത് ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേർക്ക് ഓപ്ഷൻസ് ഉണ്ടാവാം. ഈ കാണുന്നവർക്ക് നേരത്തെ പാസ്റ്റ് എനർജി വരുന്നുണ്ടാവാം, പുതിയൊരു കണക്ഷൻ അത് വേറെ ഉണ്ടാവും, വാട്ടവർ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 3യുടെ റീഡിങ്ങും നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ അതർ റീഡിങ്സ് വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സിൻ്റെ ഇത് ഇട്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്യണം, കാരണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി. ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി, താങ്ക് യു.